മയക്കുവെടി വെച്ചതിന് പിന്നാലെ ബന്ദിപ്പൂരിൽ വെച്ച് ചരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ ഒരുപാട് പെല്ലറ്റുകൾ കൊണ്ട പാടുകൾ ഉണ്ടെന്ന് പറയുകയാണ് വനം വകുപ്പ്. കേരളത്തിലെത്തിയ തണ്ണീർക്കൊമ്പന്റെ ലൊക്കേഷൻ സിഗ്നൽ ലഭിക്കാൻ 5 മണിക്കൂറോളം സമയമെടുത്തു. ആനയെ ട്രാക്ക് ചെയ്ത് കാട്ടിലേക്ക് തുരത്തുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നതടക്കം അന്വേഷണ സംഘം പരിശോധിക്കും. 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാൻ 5 അംഗ വിദഗ്ധ സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമൽ ഏറ്റവും പുതിയ തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. കമൽ, ഗുഡ് മോർണിംഗ് കമൽ. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി കമലും വനം വകുപ്പും ഒക്കെ തന്നെ തണ്ണീർക്കൊമ്പന് പിന്നാലെയാണ്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് തണ്ണീർക്കൊമ്പൻ കണ്ണീരായി എന്നുള്ള ആ ദുഃഖവാർത്ത നമ്മളൊക്കെ കേട്ടത്. ഇപ്പോൾ തണ്ണീർക്കൊമ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് പുതിയതായി ലഭിക്കുന്നത്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതുപോലെ തന്നെ ഈ പെല്ലറ്റുകൾ, അത് ഈ പറഞ്ഞ രീതിയിൽ തണ്ണീർക്കൊമ്പൻ പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ആ വഴികളിൽ നിന്നൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏറ്റ പെല്ലറ്റുകളാണെന്നാണോ സംശയിക്കുന്നത്? എന്താണ് തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട പുതിയ വിവരം? അഞ്ജിത, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആണ് ബന്ദിപ്പൂരിൽ വെച്ച ഈ തണ്ണീർക്കൊമ്പനെ പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങളൊക്കെ ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. അതായത് ആനയ്ക്ക് നേരത്തെ തന്നെ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ശരീരത്തിൽ ഇടത് തുടയ്ക്ക് മുകളിൽ ആയി ഒരു മുഴയുണ്ടായിരുന്നു. അതിനുള്ളിലെ മുറിവ് വലിയ രീതിയിൽ സെപ്റ്റിക്കായി പല ഭാഗത്തേക്കും പടർന്നിരുന്നു. അതുപോലെ ശ്വാസകോശത്തിൽ TB ബാധിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇന്നിപ്പോൾ പുറത്തു വരുന്നത് ഈ ശരീരത്തിൽ ധാരാളം പെല്ലറ്റുകൾ തറച്ചിരുന്നു എന്ന ഒരു വിവരം കൂടിയാണ്. അതിൽ വലിയൊരു അസ്വാഭാവികത പറയാനാകില്ല. കാരണം ഈ ആനയുടെ ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് ഹാസനിലെ കാപ്പിത്തോട്ടങ്ങളായിരുന്നു ഇതിന്റെ വിഹാര കേന്ദ്രം. കാട്ടിലേക്ക് പോകാൻ മടിയായിരുന്നു. നിരന്തരം കാപ്പിത്തോട്ടങ്ങളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതിനെ പിടികൂടി റീലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാപ്പിത്തോട്ടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആനയെ ഓടിക്കാൻ ആളുകൾ എയർഗണ്ണൊക്കെ ഉപയോഗിച്ച് വെടിവെച്ചിട്ടുണ്ടാകാം. അത്തരത്തിലേറ്റ പെല്ലറ്റുകളാകാം എന്നാണ് കരുതുന്നത്. എന്തായാലും മറ്റൊരു കാര്യം, ഈ വനം വകുപ്പിന്റെ വിദഗ്ധ സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ CCF വിജയാനന്ദനാണ് അന്വേഷണ ചുമതല ഈസ്റ്റേൺ സർക്കിളിൽ നിന്നുള്ള. അദ്ദേഹമാണ് ഈ സംഘത്തെ നയിക്കുക. മറ്റാരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ അറിയില്ല. എന്താണെങ്കിലും മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ആന ഈ ദൗത്യം നടന്ന ദിവസത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനന്തവാടിയിലൊന്നും ജനങ്ങളോ പൊതുപ്രവർത്തകരോ കാര്യമായ പരാതി ഉന്നയിക്കുന്നില്ല. അന്ന് രാവിലെ 5:30 മുതൽ വനം വകുപ്പ് പിന്നാലെയുണ്ട്. അന്ന് ഈ ഓപ്പറേഷൻ തീരുന്നത് വരെയുള്ള കാര്യങ്ങളിൽ കാര്യമായ പരാതി ജനങ്ങളിൽ വരുന്നില്ല. പക്ഷേ തലേന്ന് വരെയുള്ള കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നൊരു വ്യക്തതയില്ല. കാരണം ഈ റേഡിയോ കോളർ വെച്ച ആന കേരളത്തിലേക്ക് കടന്നപ്പോൾ കർണാടക വനം വകുപ്പ് അത് അറിയിച്ചിരുന്നു. ഈ റേഡിയോ കോളർ ട്രാക്ക് ചെയ്യണമെങ്കിൽ പാസ്വേഡ് വേണം. അത് കേരള വനം വകുപ്പിന് കൈമാറിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് മോണിറ്റർ ചെയ്തിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല. അത് വ്യക്തത വരേണ്ടതുണ്ട്. തിരുനെല്ലി ഭാഗത്തൊക്കെ ദിവസങ്ങൾക്ക് മുൻപ് ഈ ആനയെ കണ്ടു എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയോ കോളർ സിഗ്നൽ ഇല്ലെങ്കിൽ കൂടി അത് വനം വകുപ്പ് അറിഞ്ഞിരുന്നോ? വാച്ചർമാർ ഒക്കെ കണ്ടാൽ ഈ റേഡിയോ കോളർ ഉള്ള ഒരു ആന ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ മാനന്തവാടി ടൗണിലേക്കും ഇടവകയിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് ഈ ആനയെ തുരത്താൻ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? തലേ ദിവസം മാനന്തവാടി തലശ്ശേരി റോഡിന്റെ ഭാഗത്ത് കമൽ, ഈ കർണാടക വനം വകുപ്പ് കൃത്യമായിട്ട് ഈ തണ്ണീർക്കൊമ്പന്റെ സഞ്ചാരത്തെ കുറിച്ചുള്ള ഇപ്പൊ റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്നതിനനുസരിച്ച് കേരള വനം വകുപ്പിനെ അറിയിച്ചിരുന്നില്ലേ? അപ്പോൾ ആ രീതിയിലൊരു അലേർട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതിൽ തന്നെയാണ് അഞ്ജിത ഇപ്പോൾ സംശയം ഉയരുന്നത്. ഇത് അറിയിക്കുകയാണെങ്കിൽ തന്നെ സാധാരണഗതിയിൽ പാസ്വേഡ് കൈമാറും. പാസ്വേഡ് ലഭിച്ചാൽ കൃത്യമായി ഇന്റർനെറ്റിൽ നിന്ന് ഇതിന്റെ സിഗ്നൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. വനംവകുപ്പൊക്കെ അവശ്യ സർവീസാണ്. 24 മണിക്കൂറും ആളുകളുള്ള ഓഫീസുകളൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാസ്വേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്തിരുന്നു. അതിൽ വീഴ്ച സംഭവിച്ചു. അതല്ലാതെ റേഡിയോ കോളർ ഒക്കെ വിട്ടേക്കു. ആന ജനവാസ മേഖലയിൽ പല സ്ഥലത്തും കണ്ടു എന്ന് പറയുന്നു. ഈ മാനന്തവാടി തലശ്ശേരി റോഡിലെ തലപ്പുഴ ഭാഗത്തൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ പിന്തുടരുന്നതിലും അത് എങ്ങോട്ട് പോകുന്നു, അങ്ങനെയാണെങ്കിൽ അതിനെ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കുന്ന കാര്യം, അത്തരം കാര്യങ്ങളിൽ ഈ തലേന്ന്, ഈ രാവിലെ 5:30-ക്കല്ല, അതിന്റെ തലേന്ന് രാത്രി വരെയുള്ള കാര്യങ്ങളിൽ എവിടെയാണ് പാളിച്ച പറ്റിയത്, അതിൽ വീഴ്ച പറ്റിയത്, അതിൽ വലിയ പരാതി മാനന്തവാടിയിലെ ജനങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത് ജനവാസ മേഖലയിൽ എത്തി രാവിലെ ക്ഷീരകർഷകർ കാണുമ്പോഴല്ല, അതിന് മുൻപ് ഇത് പല ഭാഗത്തും തിരുനെല്ലിയിലും തലപ്പുഴയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വനം വകുപ്പ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ആ കാര്യത്തിലാണ് പരാതി നാട്ടിൽ ഉയരുന്നത്. അഞ്ജിത, ശരി. കമലാണ് തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പറഞ്ഞത്. തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റുകൾ കൂടുതലായി ഏറ്റിട്ടുണ്ട്. ഇന്നലെ തന്നെ നേരത്തെ കമൽ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിന്റെ പ്രാഥമിക നിഗമനം പുറത്തു വന്നിരുന്നു. ഇനി ഇവിടേക്ക്, അതായത് തണ്ണീർക്കൊമ്പൻ
കേരള അതിർത്തിയിലേക്ക് എത്തിയ സമയത്ത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ഈ തണ്ണീർക്കൊമ്പനെ ട്രാക്ക് ചെയ്യുന്നതിലൊക്കെ ഒരു വീഴ്ചയുണ്ടായോ? തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വനത്തിലേക്ക് തന്നെ തണ്ണീർക്കൊമ്പനെ തിരിച്ചയക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകും. 5 അംഗ വിദഗ്ധ സമിതിയാണ്. നോക്കാം ആ സമിതിയുടെ റിപ്പോർട്ടൊക്കെ. കാത്തിരിക്കാം അതുവരെ.